പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ബ്ലൈൻഡ് ലിറ്ററേച്ചർ പാക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ബ്ലൈൻഡ് ലിറ്ററേച്ചർ പാക്കറ്റ് എന്ന് പറയുന്നത് ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാരെ ഉദ്ദേശിച്ച് വേണ്ടിയുള്ളൊരു സർവീസാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ലിറ്ററേച്ചർ ഫോർ ബ്ലൈൻഡ്, അത് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയുള്ളൊരു ടൈപ്പ് ഓഫ് ആർട്ടിക്കിളാണ്. അതിനകത്ത് എന്തൊക്കെ അയക്കാന്ന് ചോദിച്ചാൽ പേപ്പേഴ്സ് ഓഫ് എനി കൈൻഡ്, പീരിയോഡിക്കൽസ് ആൻഡ് ബുക്സ്, അതായത് ഏത് തരത്തിലുള്ള പേപ്പറുകൾ അയക്കാം, പിന്നെ പീരിയോഡിക്കൽസ് അയക്കാം, ബുക്സ് അയക്കാം. പ്രത്യേകത എന്താണ്? ഇംപ്രസ്ഡ് ഇൻ ബ്രെയിലി ഓർ അതർ സ്പെഷ്യൽ ടൈപ്പ് ഫോർ ദ യൂസ് ഓഫ് ദ ബ്ലൈൻഡ്, അതായത് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രെയിലി ലിപിയിൽ അച്ചടിച്ചതോ അല്ലെങ്കിൽ ബ്രെയിലി ലിപിയിലോ അല്ലെങ്കിൽ വേറെ ഈ അന്ധർക്ക് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ലിപിയിലോ അച്ചടിച്ചിട്ടുള്ള എനി കൈൻഡ് ഓഫ് പേപ്പേഴ്സോ പീരിയോഡിക്കൽസോ ബുക്സോ ഇതുവഴി ഈ ഒരു ക്ലാസ് വഴി ഈ ക്ലാസ്സിൻ്റെ അണ്ടറിൽ വഴി അയക്കാമെന്ന് പറയുന്നു. പ്രൊവൈഡഡ് ദാറ്റ് ദേ ആർ പോസ്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫോളോയിങ് കണ്ടീഷൻസ്, അതായത് അയക്കാം പക്ഷേ താഴെ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻസ് പറഞ്ഞു പോവാണ്. സച്ച് ഐറ്റംസ് ഷാൾ കൺസിസ്റ്റ് ഓൺലി ഓഫ് മെറ്റീരിയൽസ് സ്പെഷ്യലി ഇംപ്രസ്ഡ് as described above for the use of the blind and shall not contain any communication either in writing or printed in ordinary type. അതായത് മുകളിൽ പറഞ്ഞ രീതിയിൽ കാഴ്ചയില്ലാത്തവർക്ക് യൂസ് ആവുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് അതിനകത്ത് കാണാവുള്ളൂ, അല്ലാതെ സാധാ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനൊന്നും, അതായത് അത് എഴുതപ്പെട്ടതോ പ്രിന്റ് ചെയ്യപ്പെട്ടതോ ആയിട്ടുള്ള സാധാ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനൊന്നും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. എക്സെപ്റ്റ് ദ ടൈറ്റിൽ ആൻഡ് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഓഫ് ദ ബുക്ക്, അതായത് പിന്നെ എക്സെപ്ഷൻ പറയുകയാണ്. അതായത് ഇങ്ങനെ സാധാ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എക്സെപ്ഷൻ കേസ് പറയുകയാണ്. ടൈറ്റിൽ ആൻഡ് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഓഫ് ദ ബുക്ക് ഓർ പീരിയോഡിക്കൽസ്, ഏതെങ്കിലും ബുക്കോ അല്ലെങ്കിൽ പീരിയോഡിക്കൽസോ ഒക്കെ വെക്കുകയാണെങ്കിൽ എൻ്റെ ടൈറ്റില് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഒക്കെ അതിനകത്ത് നമുക്ക് വേണേൽ ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ കീകൾ, ഈ പറഞ്ഞല്ലേ ഈ ലിപികൾക്ക് യൂസ് ആവുന്ന രീതിയിലുള്ള കീകൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് വെക്കാമെന്ന് പറയുന്നു. സച്ച് ഐറ്റംസ് ഷാൾ ബിയർ ഓൺ ദ ഔട്ട്സൈഡ് ദ ഇൻസ്ക്രിപ്ഷൻ ലിറ്ററേച്ചർ ഫോർ ദ ബ്ലൈൻഡ് ആൻഡ് റിട്ടൺ ഓർ പ്രിന്റഡ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സെൻറ്റർ. അങ്ങനെയുള്ള ഐറ്റം ഔട്ട്സൈഡിൽ ഇൻസ്ക്രിപ്ഷൻ വേണം, ലിറ്ററേച്ചർ ഫോർ ബ്ലൈൻഡ് എന്ന ഇൻസ്ക്രിപ്ഷൻ വേണം, സെൻറ്ററിൻ്റെ പേരും അഡ്രസ്സും വേണം. സച്ച് ഐറ്റം ഷാൾ ബി പോസ്റ്റഡ് ഐദർ വിത്തൗട്ട് എ കവർ ഓർ ഇൻ എ കവർ ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ് വിച്ച് ക്യാൻ ഈസിലി ബി റിമൂവ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് എക്സാമിനേഷൻ. അതായത് കവറിലിട്ടും അയക്കാം, കവറില്ലാതെ അയക്കാം. കവറിലിട്ട് അയക്കുകയാണെങ്കിൽ അത് പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ കേസിൽ പോലത്തെ ഈ ട്രാൻസ്മിഷൻ സമയത്ത് അതിനെ എക്സാമിൻ ചെയ്യത്തക്ക രീതിയിൽ അതിൻ്റെ കണ്ടന്റ്സ് അവൈലബിൾ ആവുന്ന രീതിയിലായിരിക്കണം അയക്കാനായിട്ട്. ദ വെയിറ്റ് ഓഫ് എ ലിറ്ററേച്ചർ ഫോർ ബ്ലൈൻഡ് ഐറ്റം ഷാൾ നോട്ട് എക്സിഡ് 7 കിലോഗ്രാം. 7 കിലോഗ്രാം ആണ് എൻ്റെ മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത്. അടുത്തതൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പ്ലേറ്റ്സ് ബിയറിംഗ് ദ ക്യാരക്ടേഴ്സ് ഓഫ് റൈറ്റിംഗ് സൗണ്ട് റെക്കോർഡ്സ് ഫോർ ദ യൂസ് ഓഫ് ദ ബ്ലൈൻഡ് ആൻഡ് ഡിസ്ക്സ്, ഫിലിംസ്, ടേപ്സ് ആൻഡ് വയേഴ്സ് ഓൺ വിച്ച് ദ സ്പോക്കൺ മെസ്സേജ് ഫോർ ദ ബ്ലൈൻഡ് ഹാവ് ബീൻ റെക്കോർഡഡ് വെൻ സെൻഡ് ബൈ. അതായത് ഈ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും സ്പോക്കൺ മെസ്സേജസ് അടങ്ങിയ ടേപ്പുകൾ, ഫിലിമുകൾ, വയറുകൾ, ഡിസ്കുകൾ ഇതൊക്കെ അയക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഏതാ ലിറ്ററേച്ചർ ഫോർ ബ്ലൈൻഡ് എന്ന ക്ലാസ്സിന് അണ്ടറിൽ അയക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ കണ്ടീഷനായിട്ട് പറയുന്നത് വെൻ സെൻഡ് ബൈ ഓർ അഡ്രസ്ഡ് ടു അൻ ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ബ്ലൈൻഡ്. അതായത് വെൻ സെൻഡ് ബൈ, അത് അയക്കുന്നത് ഒരു ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാവുമ്പോൾ അയക്കാം. ഓർ അഡ്രസ് ടു, അല്ലെങ്കിൽ ഈ ടേപ്പും ഡിസ്കും ഫയലൊക്കെ ഒരു ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അയക്കുമ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ക്ലാസ്സിൻ്റെ അണ്ടറിൽ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ടു ഓർ ഫ്രം ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവണം. അടുത്തത് ഈ ബ്ലൈൻഡ് ലിറ്ററേച്ചറിൻ്റെ കേസിൽ ഫ്രീ ആയിട്ടുള്ളത് പോസ്റ്റേജ് ഫ്രീ ആണ്, രജിസ്ട്രേഷൻ ഫ്രീ ആണ്, അക്നോളജ്മെൻറ്റ് ഫ്രീ ആണ്, പിന്നെ അറ്റസ്റ്റഡ് കോപ്പി ഓഫ് റെസിപ്റ്റ്, അതായത് ഒറിജിനൽ ഡെലിവറി റെസിപ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി അതും ഇത് ഫ്രീ ആണ്. പിന്നെ ബ്ലൈൻഡ് ലിറ്ററേച്ചർ ജനറലി സെൻഡ് ബൈ സർഫസ് വഴിയാണ് ജനറലി പോകുന്നത്. ഇനി എയർ വഴി പോകണമെങ്കിൽ എയർമെയിൽ ചാർജസ് അടയ്ക്കണം, അവിടെ ആ ഒരു ഫ്രീ വരുന്നില്ല. പിന്നെ ഡയമിനേഷനാണ് പറയാനുള്ളത്. റോൾ ഫോമിൽ ഇനി സിംഗിൾ സൈഡ് മിനിമം 10 സെൻറ്റിമീറ്റർ, മാക്സിമം 80 സെൻറ്റിമീറ്റർ. ലെങ്ത് പ്ലസ് ട്വൈസ് ഡയമീറ്റർ, മിനിമം 17 സെൻറ്റിമീറ്റർ, മാക്സിമം 100 സെൻറ്റിമീറ്റർ. അതർ ദാൻ റോൾ ഫോമിലാകുമ്പോഴത്തേക്ക് മിനിമം 10 × 7 സെൻറ്റിമീറ്റർ, മാക്സിമം 60 × 30 × 30 സെൻറ്റിമീറ്റർ. അടുത്ത ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ്. മേൽ പറഞ്ഞ എന്തെങ്കിലും കണ്ടീഷൻസ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ ചാർജ് ഡബിൾ ഡെഫിഷ്യൻസി ആസ് അതർ സൂട്ടബിൾ പോസ്റ്റൽ ഐറ്റംസ്.
അങ്ങനെ കണ്ടീഷൻസ് ബ്രീച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ബ്ലൈൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എടുത്ത് കളഞ്ഞിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റൽ ഐറ്റമായിട്ട് കൺസിഡർ ചെയ്തിട്ട് എൻ്റെ ഡബിൾ ഡെഫിഷ്യൻസി മേടിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഇത്രയാണ് ബ്ലൈൻഡ് ലിറ്ററേച്ചർ എന്ന പോർഷനിൽ പറയാനായിട്ടുള്ളത്. ഇതിനകത്ത് ആ കണ്ടീഷൻസ് എന്തൊക്കെ കണ്ടീഷൻസ് അനുസരിച്ച് വേണം ഇത് പോകാനായിട്ട് എന്നുള്ളൊരു കാര്യം വായിച്ച് വെച്ചേക്കുക. പിന്നെ വെയിറ്റ്, മാക്സിമം വെയിറ്റ് അറിഞ്ഞു വെച്ചിരിക്കുക, ഏതൊക്കെ താരിഫുകളാണ് ഫ്രീ ആയിട്ടുള്ളതെന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.